ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ലളിത സഹസ്രനാമം ശ്ലോകം 23 24 നമുക്കൊന്ന് നോക്കാം. പത്മരാഗ ശിലാദർശ പരിഭാവിക പോലഭൂ. അർത്ഥം എന്താണ്? പത്മരാഗ കല്ലുകൊണ്ട് നിർമ്മിച്ച കണ്ണാടിയെ പരിഭവിപ്പിക്കുന്ന, അതായത് തോൽപ്പിക്കുന്ന കവിൾത്തടത്തോടു കൂടിയവൾ. അതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. മഹാദേവിയുടെ കവിൾത്തടങ്ങളെ പത്മരാഗമെന്ന രത്നം കൊണ്ട് നിർമ്മിച്ച കണ്ണാടിയോടാണ് ഉപമിച്ചിരിക്കുന്നത്. ഭഗവതിയുടെ കവിൾത്തടത്തിൻ്റെ സൗന്ദര്യമാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. അത്ര സുന്ദരിയാണ് അംബിക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ശ്ലോകം നവവിദ്രുമ ബിംബശ്രീന്യക്കാരിതനച്ഛത. അർത്ഥമെന്താണ്? പുത്തൻ പവിഴപ്പുറ്റുകളുടെയും തൊണ്ടിപ്പഴത്തിൻ്റെയും ഭംഗിയേക്കാൾ അഴകുള്ള ചുണ്ടുകളോട് കൂടിയവൾ എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. നവവിദ്രുമം പുതിയ പവിഴം, ബിംബം അർത്ഥം തൊണ്ടിപ്പഴത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. ശ്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാന്തി. അപ്പോൾ അത്രത്തോളം ഭംഗിയുള്ള ചുണ്ടുകളാണ് അംബികയ്ക്കുള്ളത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പവിഴത്തിൻ്റെ നിറമുള്ള ചുണ്ടുകളാണ് അംബികയ്ക്ക്. തൊണ്ടിപ്പഴം പോലെയുള്ള ചുണ്ടുകളാണ് അംബികയ്ക്ക്. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അത്ര മനോഹരമായ ചുണ്ടുകളോട് കൂടിയ അംബികയെ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ രണ്ട് ശ്ലോകങ്ങളിലും അംബികയുടെ സൗന്ദര്യത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് അംബികയുടെ കവിൾത്തടത്തെ പറ്റിയും രണ്ടാമത്തേത് അംബികയുടെ ചുണ്ടുകളെ പറ്റിയും ഇവിടെ വർണ്ണിച്ചിരിക്കുന്നു. അത്ര സുന്ദരിയാണ് അരുണ നിറമുള്ള നമ്മുടെ ഭഗവതി. അത്ര മനോഹരിയായ ഭഗവതിയെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, നമ്മൾ നമസ്കരിക്കുന്നത്. ഇതാണ് ഈ രണ്ട് ശ്ലോകങ്ങളുടെയും അർത്ഥം. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിത്യവും ലളിത സഹസ്രനാമം ജപിക്കുന്നത് ലൗകിക ജീവികളായ മനുഷ്യരുടെ ലൗകികപരമായ ആവശ്യങ്ങൾക്ക്, ആഗ്രഹങ്ങൾക്ക് ശമനം ഉണ്ടാക്കിത്തരും എന്ന് വിശ്വസിക്കുന്നു. അതായത് നമ്മളൊക്കെ ലൗകിക ജീവികളാണ്. നമുക്കൊക്കെ ധാരാളം ആഗ്രഹങ്ങളും പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെയുണ്ട്. അതിനു വേണ്ടിയിട്ട് അംബികയെ പ്രാർത്ഥിച്ചാൽ, ശരിയായ രീതിയിലുള്ള പ്രാർത്ഥനയാണ് നമ്മൾ നടത്തുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അംബിക നമുക്ക് സാധിച്ചു തരും എന്ന് വിശ്വസിക്കുന്നു. നിത്യവും ജപിക്കുക. സാധിക്കുന്നില്ലെങ്കിൽ ചൊവ്വയും വെള്ളിയുമെങ്കിലും ജപിക്കുക. എല്ലാവരെയും ഭഗവതി അനുഗ്രഹിക്കട്ടെ. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക. ഹരേ കൃഷ്ണ.